കഴിഞ്ഞ ദിവസം സിസ്റ്റർ ഒരു ടോപ്പ് അടിച്ചപ്പം അതിൻ്റെ ഒരു കുഞ്ഞു പീസ് ബാക്കി ഉണ്ടായിരുന്നു. എന്നാൽ പിന്നെ ഇന്നത്തെ കലാപരിപാടി നമുക്ക് അത് ഉണ്ടാക്കാം. എന്നേക്കാൾ മുന്നേ കാര്യങ്ങളൊക്കെ തുടങ്ങാൻ വേണ്ടിയിട്ട് ആശാൻ ടേബിളിൽ തന്നെ കയറി നിൽക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ ഈ ഒരു കട്ട് പീസ് തുണി കൊണ്ട് സാറ ബേബിക്ക് ഒരു കുഞ്ഞു ഫ്രോക്ക് അടിക്കാൻ പോകും. കട്ട് ചെയ്യുന്നതും വരക്കുന്നതൊക്കെ നോക്കി ഇന്ന ഹെൽപ്പർ കുറച്ച് കഴിഞ്ഞപ്പം ഞാൻ സ്റ്റിച്ചിങ് തുടങ്ങി. പിന്നെ അവളുടെ കൈ ഫുള്ള് സ്റ്റിച്ചിങ് മെഷീനിലേക്കായി. അപ്പം ഇനി പരിപാടി അവളെയും കൊണ്ട് നടക്കില്ല എന്ന് മനസ്സിലായപ്പം ഇനി അവളെ ഞാൻ ഉറക്കിയിട്ട് വരാം കേട്ടോ. എന്നാലേ നമ്മുടെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുള്ളൂ. ഞാനങ്ങനെ വെൽ എക്സ്പേർട്ടൊന്നും അല്ലാത്തതുകൊണ്ട് എന്തെങ്കിലും സ്റ്റിച്ച് ചെയ്ത് അവസാനം കിട്ടുന്ന ഔട്ട്കം എന്തായാലും എനിക്കതിൽ ഇഷ്ടമാണ്. ഞാനതിൽ ഹാപ്പിയാവും. ചെറിയ മക്കളെയും വെച്ചിട്ട് നമ്മളെ പ്ലാനെല്ലാം വർക്കാക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള പരിപാടിയല്ലേ. അപ്പോൾ നമ്മൾ കുറച്ച് അവരുടെ ടൈമിങ്ങും നമ്മളെ ടൈമിങ്ങും കൂടി സെറ്റാക്കി കൊണ്ടുവരണം. എന്നാലേ കാര്യങ്ങളൊക്കെ നടക്കും. ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു സ്റ്റിച്ചിങ് റെഫറൻസ് ആട്ടോ ഞാൻ ഇതിനു വേണ്ടി സെലക്ട് ആക്കിയിരുന്നത്. അങ്ങനെ 1 മണിക്കൂറിനുള്ളിൽ ഏകദേശം എൻ്റെ പരിപാടികളൊക്കെ സെറ്റ്. അപ്പം ഫ്രോക്കിൻ്റെ ഒരു പീസ് ഇവിടെ കംപ്ലീറ്റ് ആയി. ഇനി അത് കൂട്ടി സ്റ്റിച്ച് ചെയ്യുന്നതും കൂടി ഉള്ളൂ. അപ്പോൾ ഒരു പീസ് അവളെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇത് കംപ്ലീറ്റ് ചെയ്തിട്ട് അവളെ ഇട്ട ഔട്ട്ലുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഔട്ട്ഫിറ്റ്. ഞാനൊരു ചെറിയ റിബണും കൂടെ ഉണ്ടാക്കി. പക്ഷെ അതെന്തോ സെറ്റായിരുന്നു. അങ്ങനെ ഇവിടെ നമ്മുടെ മിഷൻ സക്സസ് ആയി. ഫ്രോക്ക് കണ്ടിട്ട് നിങ്ങളുടെ ഒപ്പീനിയൻ കമൻറ്റ് ചെയ്യുക. കുറച്ച് നേരം അതൊക്കെ ഇട്ട് അവളെ ഒന്ന് കുറച്ച് വേർപ്പിച്ചു. പിന്നെ ഇത്താത്താരെന്തെങ്കിലും സ്റ്റിച്ച് ചെയ്താൽ അത് നമുക്കും കൂടി ഉള്ളതാണല്ലോ. അപ്പോൾ ഇനി ഒരു മമ്മ ആൻഡ് ഡോട്ടർ കോംബോ നോക്കാം. ഇതാണ് ഫൈനൽ ലുക്ക്.